അതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ലൈഫ് സെറ്റിൽ ആവണം, എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണം എന്നൊരു ഓപ്ഷൻ ഇല്ല. സ്വന്തം വീട്ടുകാരെ നോക്കണ പോലെ നോക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വന്തം വീട്ടുകാരായിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കരുത്. കാരണം ഇവരൊക്കെ 100-105 വയസ്സുള്ള ആളുകളാണ്. ഇപ്പം എൻ്റെ കാര്യം 100 വയസ്സിന് മേലുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പുള്ള ആൾക്കാരോടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുള്ളൂ. നിങ്ങൾ രാവിലെ ചെന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ റെസിഡന്റ് എങ്ങനെ നിങ്ങൾ കെയർ ചെയ്യും, റെസിഡന്റ് നിങ്ങൾ എന്ത് ക്രീമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, അവർക്ക് എത്രത്തോളം കൊടുക്കേണ്ടി വരും, അവരെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും. ഇതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ചിലവർ പറയുന്നുണ്ട് കെയർ ഹോമിൽ വളരെ പ്രശ്നമുണ്ട്. അതായത് കെയർ ഹോമിലെ പേപ്പർ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ജയിലിൽ വരെ പോവാന്ന്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചൊക്കെ ഭയങ്കര ടെൻഷനുള്ളത്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല. അതായത് നമ്മളൊരു റെസിഡന്റിൽ നിന്ന് കുളിപ്പിക്കാൻ പോയി, നമ്മളിന്ന് കുളിപ്പിച്ചു, അവരെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പാടോ എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് തോന്നി, അത് നമ്മൾ ഇൻഫോം ചെയ്യണം. നമ്മൾ ഹെഡ് നേഴ്സിന് ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ ടീമിനോട് ഇൻഫോം ചെയ്യണം. അത് നമ്മൾ ചെയ്യാത്തടത്തോളം കാലമാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ അതൊരു 10% ഉള്ളൂ. ആ 10% നമ്മൾ കെയർലെസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുള്ളൂ. പിന്നെ നമ്മൾ ഒരു റെസിഡന്റിനെ നോക്കുമ്പോൾ നമ്മളെ സ്വന്തമാണെന്നും പറഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് അവിടെ വരുന്നതേ ഇല്ല. പിന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കല്ല, നമ്മളെക്കാൾ കൂടുതൽ ഹെഡ് നേഴ്സ് ഉണ്ട്. മെഡിസിൻ കൊടുക്കുന്ന ഹെഡ് നേഴ്സാണ്, ഫുഡ് കൊടുക്കുന്ന ടീം ലീഡറും ഹെഡ് നേഴ്സും കൂടെ ഇവരാണ് മെഡിസിനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. നമ്മൾക്ക് അവർ തരുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളെ അപ്പനെ നമ്മൾ നോക്കണമെന്ന് പറയുമ്പോൾ നമ്മളത് നോക്കും. അതുപോലെ നമ്മൾ നോക്കുക. ഈ പറയുന്നൊക്കെ അവരുടെ നമ്മൾ ഫുൾ ടൈം നമ്മൾ അവരെ അയ്യോ താങ്ങി അങ്ങനെയല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. അവർ സീറ്റിലിരിക്കുന്നു, നമ്മൾ ഫോണിൽ പിടിച്ച് നമ്മൾ ഫോണിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കുന്നു. അവർ എണീറ്റിട്ടൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അവർ നമ്മളോട് പറയുന്നു. അതുപോലെ അവരുടെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന നാട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അവർ ചിലപ്പോൾ പറയും. പിന്നെ ഡിമെൻഷൻ ഉള്ളവരെ പറയില്ല, ചിലവരിന്ന് വെറുതെ ഇരുന്ന് കരയും. പുതിയതായിട്ട് വന്നപ്പോൾ ഒരു ലേറ്റസ്റ്റ് വന്നൊരു ഒരു വർക്കർ പുള്ളി കരഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞത് കരയണ്ട, പുള്ളിക്ക് ഡിമെൻഷൻ ഉള്ളതാണ്, ചിലപ്പോൾ കരയും. പുള്ളിയുടെ വൈഫ് മരിച്ചുപോയ കഥ, അത് 10 വർഷം മുമ്പ് മരിച്ചുപോയ കഥ ആലോചിച്ചിട്ട് പുള്ളി ഇപ്പോൾ കരയണം. അത് 1 മിനിറ്റ് ഉള്ളൂ. ആ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. നമ്മളവരെ നോക്കുന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമ്മളെങ്ങനെയാണ് അവർ നോക്കുന്നത്, നമ്മളുടെ ജോലി നമ്മൾ കറക്റ്റാണ്. ഇപ്പോൾ വെയർ ഹൗസിലാണെങ്കിൽ ഓഫീസിന് അറിയാം, ഓഫീസ് ഇപ്പോൾ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. സൂപ്പർവൈസറിൻ്റെ ജോലി എന്നാണ് അവരെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്യാത്തതെങ്കിൽ അവരുടെ വർക്ക് ചിലപ്പോൾ പോകും. അതുപോലെ തന്നെ നമ്മളുടെ ഡ്യൂട്ടി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്താൽ എവിടെയായാലും നമുക്ക് പിടിച്ചിരിക്കുക. പക്ഷേ ഈ വർക്കിൽ റിസ്ക് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എന്നോടും പറഞ്ഞ റിസ്ക്, എനിക്കങ്ങനെ റിസ്ക് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ വർക്ക് ഇപ്പോൾ 6 മാസം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, അത്രേ. ശരിക്കും പൊതുവെ UK ഒരു ജോലി എന്ന് പറയണം, ഒന്നല്ലെങ്കിൽ നടത്തം, അതല്ലെങ്കിൽ നിക്കല്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ കെയർ ഹോമിൽ എങ്ങനെയാണ് ഡ്യൂട്ടി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും 4 to 5 മണിക്കൂർ നമുക്ക് കെയർ ഹോമിൽ വെറുതെ ഇരിക്കാം. പിന്നെ നമ്മൾ റെസിഡൻസിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിന്നല്ല ഫുഡ് കൊടുക്കുന്നത്, നമുക്ക് ഇരിക്കാം. റെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കുറവൊന്നുമില്ല കെയർ ഹോമിൽ. ഞാൻ വെയർ ഹൗസിൽ ഒരു 6 മാസം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് വെച്ച് വെയർ ഹൗസിൽ 8 മണിക്കൂർ നിന്നുള്ള ജോലിയാണ്. ഇരിക്കണമെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകണം. എല്ലാവർക്കും അറിയാം, ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയി ഇരിക്കണം വെറുതെ ജസ്റ്റ്, അല്ലാതെ നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റില്ല. പക്ഷേ കെയർ ഹോം അപേക്ഷിച്ച് കെയർ ഹോം നല്ല റെസ്റ്റ് ഉണ്ട്. നമ്മളിത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഏറ്റവും നല്ല ജോലിയാണ്. ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ജോലിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞ ജോലി ഇപ്പം ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടിയില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. ഡിക്സിന് ഇപ്പം ഞങ്ങളുടെ ഒപ്പം വെയർ ഹൗസിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ശരിക്കും ഈ 2 ജോബ് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പേഴ്സണലി ഏത് ജോബിനോടാണ് ഒരു അട്രാക്ഷൻ? കാരണം വെച്ചാൽ അബീസിന് ശരിക്കും അറിയാവുന്നവരോട് ഞാൻ വന്ന സമയത്ത് നമ്മളെ കുറെ പേര് കെയർ ഹോമിൽ പോകുന്നുണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അത് അബീസിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളാണ്. പക്ഷെ ഞാനത് തിരഞ്ഞെടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. ഒന്നാമത്തെ കേസ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫാദർ മദർ നമ്മളെ അമ്മയും അപ്പനെ നമ്മൾ നോക്കുന്നു, അങ്ങനെ ഒരു ഇതിൽ കണ്ടാൽ മതി. പക്ഷേ ഈ പറയുന്നതൊക്കെ പാഡ് ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്തോ അല്ലെങ്കിൽ അവരെ ക്ലീൻ ചെയ്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. നിങ്ങൾ 1-2 ദിവസത്തെ ബുദ്ധിമുട്ടല്ലാതെ അതിനപ്പുറം നിങ്ങൾക്ക് അത് തോന്നില്ല. ആദ്യം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരാൾ അവർ ഓൾറെഡി യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇത് തൊടാനായിട്ട് നമ്മൾ ഓൾറെഡി ഫുൾ ടൈം ഈച്ച് വൺ റെസിഡൻ്റ് അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഏപ്രിലും ഗ്ലൗസും പുതിയതിട്ടിട്ടാണ് നമ്മൾ കയറുന്നത്. ആ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മൾ അത് ഡിസ്പോസ് ചെയ്യണേന്ന്, പിന്നെ പുതിയതിട്ടിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകുന്നത്. അതുകൊണ്ടല്ല പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ കെയർ ഹോം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിചാരമുണ്ട്, ഒന്നല്ലെങ്കിൽ ഈ പാഡ് ചേഞ്ചിങ് ആണ്, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രോഗ്രസ് ഇല്ല എന്ന് ഓർക്കുന്നുണ്ട്. ശരിക്കും കെയർ ഹോമിൽ എന്തോരം ഡിവിഷൻസ് ഉണ്ട്? കെയർ ഹോമിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ഡിവിഷൻ, എൻ്റെ അറിവിലൊരു 4 ഡിവിഷനാണ്. കാരണം നമ്മൾ കെയറർ, സീനിയർ കെയറർ, കെയർ അസിസ്റ്റന്റ്, സീനിയർ കെയറർ, ടീം ലീഡർ, മാനേജർ, ഇതാണ് 4 പൊസിഷൻ എൻ്റെ അറിവിലുള്ളത്. നമ്മൾക്ക് കെയറായിട്ട് നമ്മളിപ്പോൾ കെയർ ചെയ്യുന്നു. ഒരു എക്സ്പീരിയൻസ് 1 ഇയർ കഴിയുമ്പോൾ അവർ നമ്മളെ കെയർ അസിസ്റ്റൻ്റായിട്ട് കയറുന്നത് കെയറായിട്ട് നമ്മൾ മാറ്റും.
കെയറായിട്ട് മാറ്റി. പിന്നെ നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് പ്രൊമോഷൻ അവർ തരും. നമ്മൾ എത്ര കാലം അവിടെ വർക്ക് ചെയ്യുന്നു, നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മറ്റുള്ളവർക്ക് അതിപ്പോൾ എവിടെ ഏത് കമ്പനിയിലും അങ്ങനെ, അതാണ് അതിൻ്റെ പൊസിഷൻ. പിന്നെ എന്നിട്ട് പറയാനായിട്ട് വെച്ചെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്ത് കിട്ടുന്ന ജോലി എന്താണോ അതേ നമുക്ക് ആദ്യം കിട്ടുള്ളൂ ഇല്ലേ. നമ്മളിപ്പോൾ മാനേജറായിട്ട് കെയർ മാനേജറായിട്ട് ഉണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ട എക്സ്പീരിയൻസ് നമുക്കില്ല. നമ്മൾ കെയറായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് മാനേജറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ശരിക്കും നമ്മുടെ വെയർ ഹൗസിൽ 11.5 വെച്ച് പേയ്മെന്റ് ഉണ്ടായിരുന്ന ഡിക്സൺ എന്തിനാണ് കെയർ ഹോം ശമ്പളത്തിനോട്ട് പോയത്? അതിനൊറ്റ ഉത്തരവുള്ളൂ, എനിക്ക് എൻ്റെ ലൈഫ് സെറ്റിലാക്കണം. കാരണം ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വൈഫിൻ്റെ കൂടെ ഞാൻ വന്നു, ഞാൻ ഡിപ്പെൻഡായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കിപ്പോഴൊരു 3.5 വർഷത്തെ വിസയുണ്ട്. 1 ഇയർ കഴിഞ്ഞ് ഇനിയും 2 വർഷം കിടക്കുന്നു. പക്ഷേ ഈ 2 വർഷം നമ്മളിവിടെ വെയർ ഹൗസിൽ വർക്ക് ചെയ്താൽ കുറേ കാശ് കിട്ടും. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാട്ടിലോട്ട് പോകണം. നമ്മളിവിടെ 10-25 ലക്ഷം രൂപ മുടക്കി വന്നിട്ട് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയല്ലോ ഈ 25 ലക്ഷത്തിന് മേലെ നമുക്ക് ഉണ്ടാക്കി പോവാം. അതുകൊണ്ട് നമുക്കൊരു ഗ്രോത്ത് ഇല്ലല്ലോ. കെയർ ഹോമിൽ നമ്മളിപ്പോൾ 1 വർഷം ഞാൻ വർക്ക് ചെയ്തത്, എനിക്ക് പറ്റിയ മണ്ണത്തിന് ഞാൻ വന്നപ്പോൾ തന്നെ കെയർ ഹോമിൽ കയറരുത്. മടി പിടിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. പക്ഷേ ഞാൻ ഇവിടെ ഈ കെയർ ഹോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കൊരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ UK ഓൾ ഓവർ UK ഇഷ്ടംപോലെ കെയർ ഹോംസ് ഉണ്ട്, ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ സുഖമാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിൽ അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുള്ളൂ. നിങ്ങൾ രാവിലെ ചെന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ റെസിഡന്റ് എങ്ങനെ നിങ്ങൾ കെയർ ചെയ്യും, റെസിഡന്റ് നിങ്ങൾ എന്ത് ക്രീമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, അവർക്ക് എത്രത്തോളം കൊടുക്കേണ്ടി വരും, അവരെങ്ങനെ നിങ്ങൾ തിരിച്ചറിയും. ഇതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ലൈഫ് സെറ്റിൽ ആവണം, എനിക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ഇവിടെ PR എടുത്ത് സെറ്റിൽ ആവണമെങ്കിൽ എനിക്ക് കെയർ ഹോം ഏറ്റവും വലിയ ഓപ്ഷനുള്ളൂ. ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ അതാണ് ഇവിടെ കണ്ടുപിടിച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കെയർ ഹോംസ് ഇടാൻ കാരണം. കെയർ ഹോമിൽ പോണ സ്റ്റുഡൻസ് ആവട്ടെ ഡിപ്പെൻഡൻ്റ് ആവട്ടെ, എന്ത് അഡ്വൈസാണ് ഡിക്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അവിടെ റെസിഡൻസ് 100 അല്ലെങ്കിൽ 50 20 റെസിഡൻസ് ഉണ്ടാവും. വരുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഡിപ്പെൻസ് ആർക്കായാലും സ്വന്തം വീട്ടുകാരെ നോക്കണ പോലെ നോക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വന്തം വീട്ടുകാരായിട്ട് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുക്കരുത്. കാരണം ഇവരൊക്കെ 100-105 വയസ്സുള്ള ആളുകളാണ്. ഇപ്പം എൻ്റെ കാര്യം 100 വയസ്സിന് മേലുള്ളത്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പുള്ള ആൾക്കാരോടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകാൻ ചാൻസസ് കൂടുതലാണ്. കാരണം അവർക്ക് അത്രയും ആവശ്യത ആയിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ ആരെങ്കിലും സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ് നമ്മൾ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഡിപ്രഷനിലോട്ട് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ കെയർ ഹോമിൽ എടുക്കരുത്. നമ്മളെ വേണ്ടപ്പെട്ട ഒരാളെന്ന് ചിന്തിച്ച് നമ്മൾ ഉള്ളിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കിട്ടില്ല. അതാണ് എനിക്ക് പുതിയ ആൾക്കാർ പറഞ്ഞത്. ഒരിക്കലും അവർ ചിന്തിക്കരുത്. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മരണം കാണുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രായം ഒരു 105 വയസ്സുള്ള ഒരു അമ്മൂമ്മ പെട്ടെന്ന് നമ്മൾ ഫുഡ് കൊടുത്തിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് മരിച്ചായിരുന്നു. അപ്പം നമ്മളത് എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അപ്പം നേഴ്സ് വന്നു, പിന്നെ ആംബുലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാം അത് ഓൾറെഡി അവർക്ക് അത്രയും വയസ്സായി. പിന്നെ ഈ ക്രിസ്മസ് നമ്മൾ ഈ 23-ാം തീയതി അവിടെ 23-ാം തീയതി ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അവിടെ പുറത്തുനിന്ന് കുറേ ആൾക്കാരൊക്കെ വന്നു, പിന്നെ കുറേ കഴുതകളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ നല്ല രസമായിരുന്നു. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇരിക്കാതെ ഒരു റെസിഡൻറ്റിന് അറ്റാക്ക് വന്നപ്പോൾ വേർത്തു പെട്ടെന്ന്. അപ്പോൾ നമുക്കത് മനസ്സിലായി, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് കണ്ടുകൊണ്ട് നമുക്കത് മനസ്സിലായി. നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കും, നമുക്കറിയാം അറ്റാക്ക് വരുമ്പോൾ മൂക്ക് ഇറക്കും, ചില സിംറ്റംസ്. പക്ഷെ നമ്മളത് വെച്ചൊന്നും ഒരാളോട് സംസാരിക്കാനോ പറയാനോ പാടില്ല. നേരെ ഒന്ന് ഹെഡ് നേഴ്സിനെ വിവരം വിളിച്ചു. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് ഒരു അരമണിക്കൂറിൽ വന്നു, നേരെ അവരെ കൊണ്ടുപോയി. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ചാടിക്കേറി അയ്യോ നമ്മൾ ആരെങ്കിലും നടന്ന് പറയുന്നത് ഒരിക്കലും ചെയ്ത് അത് റോങ് ആണ്. അപ്പോഴാണ് ഈ കേസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ അന്നേരം വരുന്നത്. നമ്മൾ ഇനീഷ്യേറ്റ് എടുത്ത് ഒരു കാര്യങ്ങളും ചെയ്യരുത്. നമ്മൾ പറയുന്ന ജോലി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഇൻഫർമേഷൻ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ടോപ്പിക്ക് നമ്മൾ പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും പറയണമായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ വന്നിട്ട് UK കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എപ്പോഴും ഒരു ഫസ്റ്റ് ഓപ്ഷനാണ് കെയർ ഹോം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് Tier 2 വിസയിലോട്ട് മാറാൻ പറ്റണ ഒരു ഓപ്ഷനാണ്. പക്ഷെ വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ജോലി കിട്ടണോ അതിൽ കയറുമോ, അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ പഠിക്കണേ തന്നെ കയറാനാണ് ഞാൻ പ്രിഫറൻസ് പറയണത്. പക്ഷെ സപ്പോസ് നിങ്ങൾക്ക് അതിൽ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ കെയർ ഹോം തന്നെയാണ്. ഇപ്പോൾ കെയർ ഹോം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പലർക്കും പല രീതിയിലും പറയാം. ഇപ്പോൾ ഡിക്സൺ പറഞ്ഞതിൽ ഫുള്ള് പോസിറ്റീവാണ്, ചിലവർ നെഗറ്റീവായിട്ട് പറയണം. അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഇപ്പോൾ എനിക്ക് കെയർ ഹോമിൽ പോയാൽ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഡിക്സൺ ഇഷ്ടപ്പെട്ടു, വേറൊരാൾ. അത് ഒരേ വ്യക്തിയുടെ ഒരു സ്വഭാവം അനുസരിച്ചാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എനിവേ
വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ.